പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ടി വി. എല്ലാ ബെഡ്റൂമിലും ഇപ്പോൾ ടി വി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്റീരിയർ വർക്കും അതുപോലെ ഡിസൈൻ വർക്കെല്ലാം ചെയ്ത ഒരു റൂമിന്റെ നമ്മൾ ടി വിന്റെ കറക്റ്റ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതുപോലെ പ്ലഗ്, സോക്കറ്റ്, അതായത് ടി വി ഫിക്സ് ചെയ്യേണ്ട അതിന്റെ കോഡ് വയറും കാര്യങ്ങളൊക്കെ ഇടേണ്ട, പുറത്തേക്കൊന്നും കാണാത്ത രീതിയിൽ നമുക്ക് ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പ്ലംബിംഗ് പൈപ്പ് ആദ്യം പ്ലാസ്റ്റിക്കിന്റെ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 130 ഹൈറ്റില് നമ്മളൊരു പ്ലംബിങ്ങിന്റെ പൈപ്പ് ടി വി ഏത് ഒരു ഉയരത്തിലാണോ ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റിൽ നമ്മൾ എത്രയാണോ വെക്കുന്നത് ആ ഒരു ഹൈറ്റിൽ അതിന്റെ ബാക്കിലാക്കി വരുന്ന രീതിയിൽ ഒരു പ്ലംബിങ്ങിന്റെ പൈപ്പ് നമുക്ക് ടി വിന്റെ പ്ലഗ് എല്ലാം ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വയറുകളൊന്നും പുറത്ത് കാണാതെ തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിന്റെ പ്ലഗ് വെക്കുന്നത് കുറച്ച് താഴെയായിട്ടാണ്. ഒരു 50 സെന്റിമീറ്റർ ഹൈറ്റിൽ ഒരു പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഇപ്പുറത്തായിട്ട് ഒരു ELV, അതായത് ഡാറ്റ കേബിളിന്റെ ഒക്കെ ഒരു പൊസിഷൻ കൂടിയും കൊടുത്തിട്ടുണ്ട്. ഒരു 4 മൊഡ്യൂൾ ബോക്സ് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതിന് തൊട്ട് പുറത്ത് തന്നെ ഒരു ടേബിൾ, ഒരു ഷെൽഫ് പോലെ. ആ ടേബിളിനെ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്ലഗ് എല്ലാം അതിൻ്റെ ഉള്ളിലായിട്ട് വരും. ഈ ഒരു ഷെൽഫിന്റെ കറക്റ്റ് ഉള്ളിലാക്കിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം വരിക. ഇങ്ങനെ ഇതിൽ കട്ട് ചെയ്തിട്ടില്ല, അത് അങ്ങോട്ട് ഫിക്സ് ചെയ്തിട്ട് വേണം ആ പ്ലഗിനും സ്റ്റിക്കറിനൊക്കെ കട്ട് ചെയ്തിട്ട് ചെയ്യേണ്ട രീതിയിലാണ് നമ്മൾ ആക്കിയിട്ടുള്ളത്. അപ്പൊ ടി വിന്റെ ഒരു കറക്റ്റ് ഹൈറ്റിലാണ് നമ്മൾ ഈ ഒരു പൈപ്പ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ശരിക്കും 2 പൈപ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇലക്ട്രിക്കലിനും, അതായത് ടി വിന്റെ പ്ലഗ് അങ്ങോട്ട് താഴേക്ക് ഇടാനും, അതുപോലെ ഡാറ്റ കേബിൾ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ ഒരു വിഷയങ്ങളൊന്നുമില്ല. ഒറ്റ പൈപ്പ് കൂടി തന്നെ നമുക്ക് ഈ ഒരു 2 ഇഞ്ചിന്റെ പ്ലംബിംഗ് പൈപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒറ്റ പൈപ്പ് കൂടി തന്നെ നമുക്ക് പ്ലഗും അതുപോലെ ഡാറ്റ കേബിൾ, സെറ്റപ്പ് ബോക്സിന്റെ കേബിളുകളോ എല്ലാ കേബിളും നമുക്ക് അതിൽക്കൂടി തന്നെ ഇടാൻ കഴിയും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടി വി മാത്രം ഫിക്സ് ചെയ്താൽ പുറത്തുള്ള കേബിളുകൾ വയറുകളൊന്നും പുറത്തേക്ക് കാണില്ല. അപ്പോൾ നല്ലൊരു വൃത്തിയോടെ നമുക്ക് ഇന്റീരിയർ ഡിസൈനിങ്ങിൽ കാണാൻ നല്ല അടിപൊളിയായിരിക്കും. ആ വാളിന്റെ ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ വാളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇതുപോലെ ടി വി എല്ലാം ഫിക്സ് ചെയ്യുക ആദ്യം തന്നെ പ്ലാനിങ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെഡ്റൂം നല്ല അടിപൊളിയായിട്ട് തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. തൊട്ടപ്പുറത്ത് തന്നെ ഒരു പ്ലഗ് വെച്ചിട്ടുണ്ട്. കാരണം അവിടെ ഈ ഒരു നമ്മളിവിടെ ഷെൽഫ് വെക്കുന്ന കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ലാപ്ടോപ്പ് ടേബിൾ എന്ന രീതിയിൽ ഫുള്ളായിട്ട് ഈ ഒരു വിങ്ങിൽ ഒരു ടേബിൾ പോലെ ചെയ്യാൻ പറ്റും. അതിന് ഒരു പ്ലഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് നമ്മളെ ബെഡ്റൂമിലെ ഈ ഒരു ബെഡിന്റെ സൈഡിലെ ഓപ്പോസിറ്റ് വാളിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ബെഡിന്റെ നേരെ ഓപ്പോസിറ്റ് വാളിലായാലും നമുക്ക് ബെഡിൽ കിടന്നിട്ട് കാണുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഒരു എൻട്രൻസ് ഏരിയ വരുന്നത്. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നതായതുകൊണ്ട് ഇവിടെ ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല, ഫുള്ള് കച്ചറയുള്ളത്. നിങ്ങൾക്ക് അറിയാലോ, പണി സൈറ്റ് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതുപോലെ ഇതാണ് ഒരു ബെഡിന്റെ ഒരു ഏരിയ വരുന്നത്. ഇവിടെ ബെഡൊന്നും സെറ്റ് ആക്കിയിട്ടില്ല, അവിടെ തന്നെ റെഡി ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടെല്ലാം നമുക്കൊരു ഫുൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ മുമ്പായിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞേ ഉള്ളൂ. ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മള് ടി വിന്റെ ഒരു പ്ലഗ് ചെയ്യുമ്പോൾ ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്ലാസ്റ്റിക്കിന്റെ മുമ്പ് തന്നെ നമ്മൾ ഒരു 2 ഇഞ്ച് പൈപ്പ് നമ്മൾ ടി വിന്റെ കറക്റ്റ് പ്രോപ്പർ പ്ലേസിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടി വി ഫിക്സ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ടിപ്പുകളുമായിട്ട് ഞാൻ വീണ്ടും ഒരു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ആദ്യമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തോ. ഓക്കെ, താങ്ക് യു.